അള്ളാഹുവിൻ്റെ കൽപ്പനകളേതോ നേതാവിൻ്റെ കൽപ്പനകളേതോ അത് ശിരസാ വഹിക്കാൻ തയ്യാറായവർ. നമ്മുടെ ചെറുപ്പക്കാർ ഇവിടെയുണ്ട്, സഹചാരി പ്രവർത്തനങ്ങൾ ഇവിടെയുണ്ട്, ദീനി ദഅവി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഓരോ പ്രവർത്തനവും നടക്കുമ്പോൾ എത്ര കഷ്ടപ്പാടുകളുണ്ടാകും പ്രവർത്തകന്മാർക്ക്. അള്ളാഹുവിന് വേണ്ടി സഹിക്കാൻ നേതൃത്വം എന്തു പറയുന്നുവോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹാബത്ത് കേട്ടുപഠിച്ചത്, ഖുലഫാഉ റാഷിദുകളിൽ നിന്ന് സ്വഹാബത്തുകൾ പഠിച്ചത്, സ്വഹാബത്തിൽ നിന്ന് താബിഈങ്ങൾ പഠിച്ചത്. അങ്ങനെ തുടങ്ങി ഓരോരുത്തരും അവരവരുടെ ഇമാമിൽ നിന്ന് എന്താണോ കേൾക്കുന്നത് അത് അങ്ങേയറ്റം ഗൗരവത്തോടുകൂടെ വിഷയങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവർ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് ഉംറ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ, ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ മക്കയിലുണ്ട് ഒരു പെണ്ണ് തവാഫ് ചെയ്യുന്നു. ഇംറഅത്തുൻ മജ്ദൂമ, കുഷ്ഠരോഗം പിടിപെട്ട ഒരു സഹോദരി അവിടെ തവാഫ് ചെയ്യുന്നുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല സഹോദരി ലൗ ഖഅത്തി യാ അമതല്ലാഹ് ലൗ ഖഅത്തി ഫീ ബൈതിക ലാ തുഅദീന الناس, നിങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കാതെ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൂടെ എന്ന് ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു ആ പെണ്ണിനോട്. ഈ കുഷ്ഠരോഗവുമായി വരുമ്പോൾ ഇബാദത്തിന് വരുന്ന ആളുകൾക്ക് ഒരു വെറുപ്പോ ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ തോന്നില്ലേ? നിങ്ങൾക്ക് വീട്ടിലിരുന്നാൽ പോരെ? നിങ്ങളിത് ചെയ്യേണ്ടതുണ്ടോ? അള്ളാഹു നിങ്ങൾക്ക് ഇളവ് തന്നിട്ടുണ്ടല്ലോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഫഖഅദത് ഫീ ബൈതിഹാ, ആ പെണ്ണ് പിന്നെ ഒരിക്കലും ഹജ്ജിന് വന്നിട്ടില്ല എന്ന് അവർ പിന്നെ വീട്ടിൽ പോയിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ശത്രുവിൻ്റെ കുത്തേറ്റ് വഫാത്തായപ്പോൾ ആളുകൾ പറഞ്ഞു പെണ്ണേ നിങ്ങളോട് മക്കയിലേക്ക് ഹജ്ജിന് തിക്കും തിരക്കുമുള്ള നേരത്ത് നിങ്ങളുടെ കുഷ്ഠരോഗവുമായി മക്കയിലേക്ക് ഹറമിലേക്ക് വരണ്ട എന്ന് പറഞ്ഞ ആൾ മരിച്ചുപോയിരിക്കുന്നു മദീനയിൽ, നിങ്ങൾക്ക് പൊയ്ക്കൂടെ? അപ്പം മഹദി പറഞ്ഞ വാക്കെന്താണെന്നറിയുമോ? വല്ലാഹി മാ കുൻതു ലിഉതീഅഹു ഹയ്യൻ വഅസിയഹു മയ്യിതാ, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ജീവിച്ചിരിക്കുമ്പോൾ അനുസരിക്കുകയും മരിച്ചുപോയാൽ പിന്നെ അതിനെതിരെ ചെയ്യുകയും ചെയ്യുന്ന ഏർപ്പാട് എനിക്കില്ല, ഞാൻ ഇപ്പോഴും അവരനുസരിക്കുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ തീരുമാനം മരണത്തിൻ്റെ ശേഷവും അങ്ങനെ തന്നെ കൊണ്ടുപോയൊരു മഹദി. ഇമാം ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അമവി ഭരണാധികാരികളിൽ രണ്ടാം ഉമർ എന്നറിയപ്പെട്ട മഹാൻ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുൻഗാമികളായ ഭരണാധികാരികൾ ജനങ്ങളിൽ നിന്ന് പിടിച്ചുപറ്റിയ മുഴുവൻ ഹക്കുകളും ജനങ്ങൾക്ക് തിരിച്ചു കൊടുത്ത മഹാൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. സ്വന്തം ഭാര്യ ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്, ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു ആ മഹദിക്ക്. കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ രാജാവിൻ്റെ മകളാണ്, ഖലീഫയുടെ മകളാണ് ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്. അവരാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ. ഒരുപാട് മുത്തുകളും പവിഴങ്ങളും വാപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സമ്പത്തുമായിട്ടാണ് വീട്ടിലേക്ക് കയറിയത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോളെ ഫാത്തിമ, നിങ്ങളുടെ കഴുത്തിലുള്ള ആഭരണം ഒന്ന് അഴിച്ചു തരൂ, നിങ്ങളുടെ കാതില അഴിച്ചു തരൂ, നിങ്ങളുടെ പാദസരം ഒന്ന് അഴിച്ചു തരൂ. ഇങ്ങനെ ആർഭാടം നമുക്ക് വേണ്ട. മുസ്ലിമീങ്ങളിൽ പാവപ്പെട്ട ആളുകൾ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ ഇത് നമ്മൾ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ബൈത്തുൽ മാലിലേക്ക് കൊടുത്തേക്കാം, പൊതു സ്വത്തിലേക്ക് കൊടുത്തേക്കാം. അതുകൊണ്ട് മാലയും വളയും ഒക്കെ അഴിച്ചു തരൂ. അഴിച്ചു കൊടുത്തു ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഉദ്യോഗസ്ഥന്മാർ സക്കാത്തിന്റെ ഫണ്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി അവരത് സൂക്ഷിച്ചു വെച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വഫാത്തായിരിക്കുന്നു. കാതിലയില്ലാതെ, കഴുത്തിൽ മാലയില്ലാതെ, കാലുകളിൽ പാദസരമില്ലാതെ, കൈകളിൽ വളയില്ലാതെ ഒരു രാജകുമാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന അള്ളാഹുവിൻ്റെ സാഹിദായ ഒരു ഭരണാധികാരിയുടെ കൂടെ വർഷങ്ങളോളം ജീവിച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ വഫാത്താകാൻ കിടക്കുമ്പോൾ വസ്ത്രം തുന്നിപ്പിടിപ്പിച്ച വസ്ത്രമായിരുന്നു. തുന്നിപ്പിടിപ്പിച്ച വസ്ത്രം മസ്ലമത്ത് ഇബ്നു അബ്ദുൽ മലിക്, ഫാത്തിമയുടെ സഹോദരൻ, ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ അളിയൻ ഭാര്യയുടെ സഹോദരൻ വന്നിട്ട് പറഞ്ഞു, ഫാത്തിമ അമീറുൽ മുഅ്മിനീൻ ഇങ്ങനെ രോഗിയായി കിടക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ സന്ദർശിക്കാൻ വരും, വസ്ത്രം മാറ്റി കൊടുക്കണം. ഈ തുന്നിപ്പിടിച്ച വസ്ത്രമാണോ അമീറുൽ മുഅ്മിനീൻ, മദീന ആസ്ഥാനമായി ഇസ്ലാമിക ലോകം ഭരിക്കുന്ന ഒരു ഖലീഫ ഇങ്ങനെയാണോ കിടക്കേണ്ടത്? വസ്ത്രം ഒന്ന് മാറ്റിക്കൊടുക്കണ്ടേ? ആവാമെന്ന് പറഞ്ഞു.
പിറ്റേന്ന് വന്നപ്പോഴും അത് തന്നെയാണ് വസ്ത്രം. സഹോദരൻ ദേഷ്യപ്പെട്ടു സഹോദരിയോട്, നിന്റെ ഭർത്താവല്ലേ ഫാത്തിമ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, നിനക്ക് വസ്ത്രം മാറി കൊടുത്തൂടെ? ഞാൻ കൊടുത്തേക്കാം. മൂന്നാമത്തെ ദിവസം വന്നു അതേ വസ്ത്രത്തിൽ. ഫാത്തിമയോട് ഒന്ന് ദേഷ്യപ്പെട്ട് ചോദിച്ചു മസ്ലമ, ഫാത്തിമ നീ എന്താണ് ഞാൻ പറഞ്ഞത് കേൾക്കാത്തത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് എന്താണ് ബഹുമാനപ്പെട്ടവരുടെ ഈ വസ്ത്രം നിങ്ങൾ മാറിക്കൊടുക്കാത്തത്? മസ്ലമയെ വിളിച്ചിട്ട് ഫാത്തിമ പറഞ്ഞു റളിയല്ലാഹു അൻഹാ, മസ്ലമ നിങ്ങൾക്കറിയുമോ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് ഈ ഒരു വസ്ത്രമല്ലാതെ വേറെ വസ്ത്രമില്ല. മാറ്റിക്കൊടുക്കണമെങ്കിൽ വേറൊരു വസ്ത്രം വേണ്ടേ? അമീറുൽ മുഅ്മിനീന് വേറൊരു വസ്ത്രമില്ല എന്ന് അന്നത്തെ ഭരണാധികാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ വഫാത്തായപ്പോ ആളുകൾ വന്ന് പറഞ്ഞു, ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്, അല്ലയോ ഫാത്തിമ, രാജകുമാരിയെ പോലെ ജീവിച്ചവരായിരുന്നല്ലോ നിങ്ങൾ. നിങ്ങളുടെ വാപ്പ അബ്ദുൽ മലിക് കോടീശ്വരനായിരുന്നല്ലോ. നിങ്ങളുടെ വാപ്പ തന്ന ആഭരണങ്ങൾ മുസ്ലിമീങ്ങളുടെ പൊതു ഖജനാവിലേക്ക് വേണമെന്ന് ഖലീഫ പറഞ്ഞപ്പോൾ ഞങ്ങളിത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ആഭരണങ്ങൾ സൂക്ഷിപ്പ് കിടപ്പാണ്, ഞങ്ങളിത് ആർക്കും വിതരണം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഫാത്തിമ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ എടുത്തു തരാം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ വഫാത്തായി പോയല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ആഭരണങ്ങൾ ഞങ്ങൾ എടുത്തു തരാം എന്നൊരു വാക്ക് പറഞ്ഞപ്പോ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് റളിയല്ലാഹു അൻഹ ആ മഹദി പറഞ്ഞു, എൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്നിൽ നിന്ന് വാങ്ങിച്ചത് ഭർത്താവിൻ്റെ മരണശേഷം ഇനി ഞാനത് തിരിച്ചു വാങ്ങില്ല. സ്വദഖത്തുൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ വഴിയിൽ ഇത് സ്വദഖയാണ്, ഇതെനിക്ക് വേണ്ട എന്ന് ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് എന്ന അമവി ഭരണാധികാരിയുടെ പൊന്നുമോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ മാ കുൻതു ലിഉതിഅഹു ഹയ്യൻ വഅഅസിയഹു മൈതാ. ഉമർ തങ്ങളെക്കുറിച്ച് ആ കുഷ്ഠരോഗമുള്ള പെണ്ണ് പറഞ്ഞ പോലെ ജീവിച്ചിരിക്കുമ്പോൾ അനുസരിക്കുകയും മരിച്ചുപോയാൽ അനുസരണം നിർത്തുകയും ഇത് ഞാൻ ചെയ്യില്ല. എപ്പോഴും ഒരുപോലെ ജീവിച്ചിരിപ്പുള്ള പോലെ തന്നെ. ഇങ്ങനെയാണ് മുസ്ലിം ഒരു ബാധ്യത ഏറ്റെടുക്കുന്നത്, കാര്യങ്ങളെ സമീപിക്കുന്നത് വളരെ സിൻസിയറായിട്ട് ആത്മാർത്ഥതയോടുകൂടെ അള്ളാഹുവിന് വേണ്ടി. അത് ആളുകളെ ബോധിപ്പിക്കുവാനല്ല. ഈ പാഠങ്ങൾ മുസ്ലിം ഉമ്മത്തിൻ്റെ യുവതലമുറയിൽ ഇനി കാണപ്പെടേണ്ട ഏറ്റവും വലിയ ഗുണങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ അവന് ഖാലിസായ അവൻ്റെ പ്രീതി കിട്ടാൻ മാത്രമായി ചെയ്യുന്ന അമലുകളായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ത്വാഅത്തുൻ ബഅദൽ മൗത്ത്. മുസ്ലിമിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഏറ്റെടുത്ത കാര്യം മരണം സംഭവിച്ചാൽ പോലും അത് ആരാണോ ഏൽപ്പിച്ചത് അവർ മരിച്ചാൽ പോലും നിങ്ങളെ കാര്യങ്ങൾ കൃത്യമാണ്.